ജയൻ എന്ന ശരവഞ്ചരത്തിൽ ചെയ്ത സാധനം അതേപോലെ ഒരു പ്രൊമോഷൻ സ്റ്റൈലിൽ നമ്മളത് ചെയ്തപ്പോൾ ജനങ്ങളത് രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു. പെട്ടെന്ന് ആർക്കും അത് സണ്ണി ലിയോൺ ആണെന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. പക്ഷെ ആഫ്റ്റർ ദി മേക്കപ്പ് ആൻഡ് എവറിത്തിങ് പുറത്തു വന്നപ്പോഴാണ് ഇതാണ് സണ്ണി ലിയോൺ മനസ്സിലാവുന്നത്. പിന്നെ അവരുമായിട്ടുള്ള സീൻസുകളൊക്കെ വർക്കൗട്ട് ചെയ്തപ്പോൾ അതിമനോഹരമായ പ്രസൻറ്റേഷൻസ്, നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ കഴിവുള്ള ഒരു ആർട്ടിസ്റ്റാണെന്ന് എനിക്ക് മനസ്സിലാവും. അതൊരു ലക്കാണ് CPM ചെയ്യാൻ വന്നെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പടത്തിൻ്റെ പുറത്ത് പടമായിരിക്കും സത്യം. ഞാനത് പൊങ്ങച്ച പറയല്ലോ, അങ്ങനെ എനിക്ക് ഒരു ലക്കാണ്. CPM എന്ന് പറഞ്ഞാൽ എനിക്ക് ലക്കാണെന്ന് എനിക്ക് തോന്നുന്നു. പടങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അത് ഡിപ്പെൻസാണ്, നമുക്കൊന്നും പറയാനൊക്കെ പറ്റില്ല. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വരുന്നുണ്ട്, മന്ത്രിയാവുന്നു, മന്ത്രിയാകത്തില്ല എന്ന്. അത് അവരുടേതായിട്ടുള്ള ഒരു ചുറ്റുവട്ടത്തിൽ കൂടി അവർ പോകുന്നുണ്ട്. അദ്ദേഹം ഈ ഇടയ്ക്ക് തൃശ്ശൂരൊക്കെ വന്നിരുന്നു. സുരേഷ് ഗോപിയുടെ ഇലക്ഷൻ്റെ ഇതിനു വേണ്ടി അദ്ദേഹം അവിടെ വരികയൊക്കെ ചെയ്തു. അപ്പോൾ ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തിനെ സ്വീകരിച്ചു. നല്ല രീതിയിലുള്ള ഒരു ഭരണം കാഴ്ചവെക്കാനാണ് ഞങ്ങളിങ്ങനെ ഇതൊക്കെ ചെയ്യുന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞു. അത് നമ്മുടെ പൊതുജനങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ഇനി ഇത് വോട്ട് വരുന്ന സമയത്ത് ഇത് എങ്ങനെ മാറും, എന്ത് ചെയ്യും, ഇനി വോട്ട് ചെയ്തവരെ വിജയിപ്പിക്കുക എനിക്ക് തോന്നുന്നില്ല. സുരേഷ് ആ രീതിയിൽ ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ സുരേഷിന് ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. രണ്ട് സമയത്തും നായകൻ ഞാൻ തന്നെയാണ് അല്ലേ. അന്ന് CM-ന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നു എന്ന് പറഞ്ഞു. ഇന്നാളുടെ രഞ്ജിത്ത് എന്നെ പറ്റി എന്തൊക്കെയോ പറഞ്ഞു എന്ന് പറഞ്ഞു. എനിക്ക് അറിയില്ല എന്താണ് കാര്യമൊന്നും അറിയില്ല. ചേച്ചിയുടെ മലയാളത്തിലെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന നടനാണ് ജയൻ. പാൻ ഇന്ത്യൻ സുന്ദരി ട്രെയിലർ വന്നപ്പം അത് ജയനെ ആയിട്ടാണ് ചേട്ടനെ കാണിച്ചിരിക്കുന്നത്. ജയനാണോ ഈ സിനിമയിൽ? നല്ല ചോദ്യം. അതിന് ഉത്തരം പറയേണ്ടത് ഞാനല്ല, ആക്ച്വലി അതിന് ഉത്തരം പറയേണ്ടത് ജനങ്ങളാണ്. കാരണം ജനങ്ങൾ അത് ഇഷ്ടപ്പെട്ടു. ആ ജയൻ എന്ന ശരവഞ്ചരത്തിൽ ചെയ്ത സാധനം അതേപോലെ ഒരു പ്രൊമോഷൻ സ്റ്റൈലിൽ നമ്മളത് ചെയ്തപ്പോൾ ജനങ്ങളത് രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു. അപ്പോൾ അവരുടെ മനസ്സിൽ ചിലപ്പോൾ അത് ജയനായിട്ടായിരിക്കും അവർ കാണുന്നത്. പക്ഷെ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം അവരോട് ചോദിച്ചെന്ന് പറയുന്ന പോലെ ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കാം എന്നാണ് എൻ്റെ മനസ്സിൽ പറയുന്നത്. കാരണം ജയൻ്റെ 40 വർഷത്തിന് മേലായല്ലേ ജയൻ മരിച്ചിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ നിൽക്കുന്ന ഹീറോ ജയൻ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു ജയനാണെന്നുള്ളൊരു തോന്നൽ ചെയ്ത സമയത്ത് എനിക്കും അങ്ങനൊരു ഫീലിംഗ് തോന്നി മനസ്സിൽ. പെട്ടെന്ന് ആ ഒരു സംഭവത്തിലേക്ക് ഞാനും വഴുതി വീണോ എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് ഞാനും പോയി. ജയൻ സാർ മരിച്ചപ്പോഴും മലയാള സിനിമയിൽ ജയന്റെ ആ സ്ഥാനം നേരത്തെ ഭീമന്റെ നടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു എന്താണ് കാഴ്ചപ്പാടാണോ ഈ സിനിമയ്ക്ക്, ഈ വെബ് സീരീസിൻ്റെ അകത്ത്? ചിലപ്പോൾ ആയിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് ആദ്യം ഇതിൻ്റെ സ്ക്രിപ്റ്റ് 6 എപ്പിസോഡ് അത് കൊണ്ടുവന്ന സമയത്ത് എപ്പിസോഡിനെ പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്രത്യേക രീതി, ഇങ്ങനെയെന്ന് പറഞ്ഞില്ല, ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു പ്രൊമോഷൻ്റെ സാധനം നമ്മൾ ചെയ്യുന്നുണ്ട്. അത് പിന്നീട് ചേട്ടനോട് സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതാണോ എന്ന് എനിക്ക് അറിയത്തില്ല. നമ്മുടെ ഓരോ സിനിമയുടെയും ട്രെയിലർ പുറത്തിറങ്ങുമ്പോൾ ആ സിനിമയിൽ നടനോ നടിയോ ആയിരിക്കും. അപ്പൊ ഈ ട്രെയിലർ പുറത്തിറങ്ങിയപ്പോൾ എല്ലാവരും പ്രത്യേകിച്ച് ചേട്ടനാണോ ഇതിലെ നടൻ? ചേട്ടനാണോ ഈ വെബ് സീരീസിലെ നടൻ? ഹീറോ ഞാനല്ല. ഹീറോ അപ്പാനി ശരത്താണ്. ട്രെയിലറിൽ അപ്പാനി ശരത്തും കാണിച്ചിട്ടില്ല. അല്ല, അതൊരു പുറമെ വരും. കാരണം ഇത് പെട്ടെന്നൊരു പുള്ളി കിട്ടാൻ വേണ്ടി അങ്ങനെ ഒരു കഥാപാത്രം. ഇപ്പോൾ സണ്ണി ലിയോണുമാണല്ലോ വന്നിരിക്കുന്നത്. നമ്മള് വേൾഡ് ഫേമസ് അല്ലേ, എല്ലാ കാര്യത്തിലും ഭയങ്കര ഹൈക്കിൽ നിൽക്കുന്ന ഒരു നടിയാണല്ലേ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും അതും കൊണ്ടുവന്നു. അതിൻ്റെ കൂട്ടത്തിൽ ജയൻ്റെ ഈ കുതിര എണ്ണയിടുന്ന സാധനം കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് വന്നപ്പോൾ ഞാൻ ആക്ച്വലി അതിനകത്തൊരു സെൻട്രൽ ക്യാരക്ടറാണ്. അതായത് ഹീറോയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ഞാൻ പറയുന്നത്. അതിന് ഹീറോ ശരത്താണ്, അപ്പാനി ശരത്താണ്. സണ്ണി ലിയോൺ ഈ വെബ് സീരീസ് ജോയിൻ ചെയ്തപ്പോൾ കൂടെ അഭിനയിച്ചപ്പോൾ അനുഭവം എങ്ങനെയാണ്? ആ ഒരു നടി അത് കൂടെ അഭിനയിച്ചപ്പോൾ എനിക്ക് നല്ലൊരു, ഞാൻ ആദ്യം സണ്ണി ലിയോൺ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ രവീണ ടണ്ടനൊക്കെ നമ്മളൊരു പടത്തിൽ പണ്ട് ബുക്ക് ചെയ്യണം. പക്ഷെ ആ പടം നടന്നില്ല. ഞാൻ ബോംബെ പോയി കഥകളൊക്കെ പറഞ്ഞു, അവർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് എനിക്ക് തോന്നുന്നൊരു 10-15 വർഷത്തിന് മുമ്പാണ് ആ സംഭവം. പക്ഷെ ആ പടം നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. അപ്പോൾ അത് ഞാൻ പറഞ്ഞു തന്നത് രവീണ ടണ്ടൻ എന്നുള്ള അന്നത്തെ മനസ്സിലുള്ളതുപോലെ ഞാൻ ആദ്യം വിചാരിച്ചു അതേപോലെ വന്നിറങ്ങുമ്പോൾ ഭയങ്കര ജാളിയും ബഹളമൊക്കെ. പക്ഷെ ഒന്നുമില്ല, ഒരു സാധാരണ മലയാളി
പെൺകുട്ടിയെ പോലെ ഇവിടെ ഷൂട്ടിംഗ് സ്ഥലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ആദ്യം. അപ്പോൾ പെട്ടെന്ന് ആർക്കും അത് സണ്ണി ലിയോൺ ആണെന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷേ ആഫ്റ്റർ ദി മേക്കപ്പ് ആൻഡ് എവറിത്തിങ് പുറത്ത് വന്നപ്പോഴാണ് ഇതാണ് സണ്ണി ലിയോൺ എന്ന് മനസ്സിലാവുന്നത്. പിന്നെ അവരുമായിട്ടുള്ള സീൻസുകളൊക്കെ വർക്കൗട്ട് ചെയ്തപ്പോൾ അതിമനോഹരമായ പ്രസൻറ്റേഷൻസ്, നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ കഴിവുള്ള ഒരു ആർട്ടിസ്റ്റാണെന്ന് എനിക്ക് മനസ്സിലായി. ഞങ്ങൾ സീൻ ചെയ്തു, ഡാൻസ് ചെയ്തു, ഈ കുതിരയുടെ ആ സീൻസ് ചെയ്തു. അപ്പം അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ തന്നെ അതൊരു നല്ലൊരു ആർട്ടിസ്റ്റ്, സണ്ണി ലിയോണിൻ്റെ ഉള്ളിലൊരു നടി അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. നല്ല പെർഫോമൻസും നല്ല രീതിയിലുള്ള കോപ്പറേഷൻസും എല്ലാം ഉണ്ടായിരുന്നു. കഴിഞ്ഞ 2 IFT ഫിലിം ഫെസ്റ്റിവൽ നടന്നപ്പോഴും ഫസ്റ്റ് IFT ഫിലിം ഫെസ്റ്റിവൽ CM പ്രസംഗിച്ചപ്പോൾ ചേട്ടൻ എണീച്ച് നിന്ന് പറഞ്ഞൊരു വിവാദം ഉണ്ടാക്കി. ഈ ഇപ്പോൾ കഴിഞ്ഞ IFTയിലും ഒരു രഞ്ജിത്ത് ചേട്ടനെതിരെ ഒരു വിവാദം ഉണ്ടാക്കി. 2 ഫിലിം ഫെസ്റ്റിവലും ചേട്ടനാണ് വിവാദ നായകൻ. അതൊക്കെ ദൈവത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹമാണല്ലേ. ഞാൻ ആലോചിക്കുന്നത് 2 സമയത്തും നായകൻ ഞാൻ തന്നെയാണ് അല്ലേ. അന്ന് CM-ന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നു എന്ന് പറഞ്ഞു, ഇന്നാളുടെ രഞ്ജിത്ത് എന്നെ പറ്റി എന്തൊക്കെയോ പറഞ്ഞു എന്ന് പറഞ്ഞു. എനിക്ക് അറിയില്ല എന്താണ് കാര്യമൊന്നും അറിയില്ല. എനിക്ക് അന്ന് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിൽക്കണമെന്ന് തോന്നി, ഞാൻ നിന്ന്. ഇപ്പോൾ രഞ്ജിത്ത് എന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാനൊന്നും പറയാൻ പോയില്ല. ഞാൻ പറഞ്ഞു അദ്ദേഹം നല്ലൊരു റൈറ്ററാണ്, നല്ലൊരു ഡയറക്ടറാണ്. പക്ഷെ എന്തുകൊണ്ടാണ് അദ്ദേഹം എന്നെപ്പറ്റി, ഞാനൊരു കോവർക്കറാണല്ലോ, അഭിനയിക്കുന്ന അദ്ദേഹത്തിൻ്റെ പടത്തിലൊക്കെ ചന്ദ്രോത്സവത്തിലൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, 1-2 റോൾ ചെയ്തിട്ടുണ്ട്. എന്താണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞു എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ അതിന് മറുപടിയായിട്ട് ഒരു തിരിച്ച് മറുപടിയായിട്ട് ചേട്ടൻ ഇതൊരു രംഗത്ത് വന്നിട്ടില്ല. മറുപടിയായിട്ട് ഞാൻ കൊടുത്തല്ലോ, നല്ല രീതിയിലുള്ള മറുപടിയാണ് കൊടുത്തത്. അല്ലാതെ ഒരു വേറെ രീതിയിലുള്ളൊരു മറുപടി കൊടുക്കേണ്ട കാര്യമില്ല. കാരണം അതിൻ്റേതായിട്ടുള്ള ഒരു ഇതിലേക്ക് വരാതെ നല്ല മനോഹരമായ രീതിയിൽ ജനങ്ങൾക്കും മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ മറുപടി കൊടുത്തത്. അത് അദ്ദേഹത്തിനും മനസ്സിലായി കാണും, ജനങ്ങൾക്കും മനസ്സിലായി കാണും, കേരളത്തിലുള്ള ജനങ്ങൾക്കും അത് മനസ്സിലായിട്ടുണ്ട്. രഞ്ജിത്തിന് ഈ സിനിമ എടുക്കുകയാണ്, ആ സിനിമയിൽ ഭീമൻ രഞ്ജുവിന് ഒരു കഥാപാത്രമുണ്ട് എന്ന് വിളിച്ചാൽ അഭിനയിക്കുന്നു? തീർച്ചയായിട്ടും. ഞാനൊരു ആർട്ടിസ്റ്റ് അല്ലേ. ഇങ്ങനെ തീർച്ചയായിട്ടും പറ്റി ഇങ്ങനെ മോശമായിട്ട് പറഞ്ഞു? ഒരിക്കലും. അത് ഒരു സൈഡിൽ കൂടെ ഉള്ളതാണ്. ഇത് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പോയി അഭിനയിക്കും. അതിന് യാതൊരു ഇതുമില്ല. CPM പാർട്ടിയിൽ നിന്നപ്പോൾ ഒരുപാട് പാർട്ടി പരിപാടി കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഒരുപാട് നാളായിട്ട് പാർട്ടി പരിപാടി ഒന്നും കാണാനില്ല. ഇല്ല, ഞാൻ എന്താണെന്ന് വെച്ചാൽ പാർട്ടി പരിപാടി എന്ന് പറഞ്ഞാൽ മറ്റേ കേരളത്തിൻ്റെ പ്രോഗ്രാമായിട്ട് അത് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അത് കാരണം അതിനകത്ത് പോയാലും ആരെ കാണാനോ സംസാരിക്കാനുള്ള സിറ്റുവേഷനില്ല. അതെല്ലാം കഴിഞ്ഞ് അവർ വരുന്ന സമയത്തിന് 2 ദിവസം മുമ്പ് ഈ വെബ് സീരീസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ത്രൂ ഔട്ട് വരുന്ന ഒരു ക്യാരക്ടറാണ്. അതിവിടെ ഷൂട്ടിങ് ഒരു പോർഷൻ കഴിഞ്ഞ്, ഒരു പോർഷൻ പാലക്കാട് കഴിഞ്ഞു, അത് കഴിഞ്ഞ് വീണ്ടും ഇവിടെ വന്നു, ഇനിയിപ്പോൾ വീണ്ടും പാലക്കാട് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളൊന്ന് ഫ്രീ ആയെങ്കിൽ മാത്രമേ നമുക്ക് അവരുമായിട്ടുള്ള ഒരു സംസാരമോ കോണ്ടാക്റ്റോ. പക്ഷെ ഞാനിങ്ങനെ അവരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അറിയുന്നുണ്ട്, നല്ല രീതിയിലുള്ള കാര്യങ്ങൾ, സംസാരങ്ങളും CM-ന്റെ ഭാഗത്തു നിന്നുള്ള സംസാരങ്ങളും കോൺഗ്രസ്സുകാർ ഓപ്പോസിറ്റായിട്ട് വരുന്ന സംസാര രീതികളും എല്ലാം ഞാൻ മൊബൈലിലൂടെയൊക്കെ അത് കാണുന്നുണ്ട്. BJP-യിൽ നിന്നപ്പോൾ സിനിമയിലൊന്നും കിട്ടിയില്ലെന്ന് പറയും. ഇപ്പോൾ CPM-ൽ നിന്നപ്പോൾ സിനിമ കിട്ടുന്നുണ്ടോ? തീർച്ചയായിട്ടും അതൊരു ലക്കാണ് CPM ഞാൻ വന്നെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പടത്തിൻ്റെ പുറത്ത് പടമാണ് എനിക്ക് സത്യം. ഞാനത് പൊങ്ങച്ച പറയല്ലോ, അങ്ങനെ എനിക്ക് ഒരു ലക്കാണ്. CPM എന്ന് പറഞ്ഞാൽ എനിക്ക് ലക്കാണെന്ന് എനിക്ക് തോന്നുന്നു. പടങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഈ CPM ഈ ഒരു യാത്ര നടത്തി കാസർഗോഡ് തൊട്ട് ട്രിവാൻഡ്രം വരെ, ആ യാത്ര ഒരുപാട് പ്രതിഷേധം നടന്നു, പ്രതിഷേധത്തിൽ അടിച്ചമർത്തുന്നു. അത് CPM പാർട്ടി നല്ലതാണോ ഇങ്ങനെ ചെയ്യുന്നത്? CPM പാർട്ടി ഇത് ചെയ്യുന്നില്ലല്ലോ. CPM പാർട്ടി എന്നൊരു വണ്ടിയുടെ മുമ്പ് ചാടുന്നത്, ഒരാൾ വണ്ടിയുടെ മുമ്പ് കയറി ചാടുകയാണെന്നല്ല ചത്തുപോലും, അത് പിടിച്ച് മാറ്റുന്നു, അത് അടിച്ചമർത്തുന്നു. അല്ല, ഇത് ഇവർ കോൺഗ്രസ്സുകാരെല്ലാം കൂടെ ഉണ്ടാക്കി വെച്ച ഓരോ പ്രശ്നങ്ങൾ. പക്ഷെ അതിപ്പോൾ CPM-ന് ഗുണമായിട്ട് വന്നിരിക്കുക വല്ല കാര്യമുണ്ട് അവർക്ക്. ഇതെല്ലാം ജനം തിരിച്ചറിഞ്ഞ് CPM-എതിരെ വോട്ട് ചെയ്യുമെന്ന് ഉറപ്പുണ്ടോ? ആര്? തീർച്ചയായിട്ടും. ഇത്തവണ എന്നല്ല, ഇത് CPM മനോഹരമായിട്ട് ഭരിക്കുകയും ചെയ്യും, ഈ 2 വർഷം ഭരിക്കുകയും ചെയ്യും. അടുത്ത നിയമസഭാ ഇലക്ഷന് CPM വീണ്ടും അധികാരത്തിലേക്ക് വരികയും ചെയ്യും, ഭരിക്കുകയും ചെയ്യും. കേരളത്തിലെ ഗവർണറിനെതിരെ CPM-ന്റെ ഒരു പാർട്ടി SFI സംഘടന തെരുവിത്ത് നടത്തുകയാണ്. ഒരു ഗവർണറിനെതിരെയാണ്. ഗവർണർ പാവം, അദ്ദേഹത്തിന്റെ ജോലിയാണ് അദ്ദേഹം ചെയ്യുന്നത്. അല്ലാതെ അദ്ദേഹം ചെറിയ രീതിയിലുള്ളൊരു രാഷ്ട്രീയ കളി കളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാനത് കുറേ വായിച്ചു നോക്കിയപ്പോൾ ഒരു ചെറിയ രീതിയിലുള്ളൊരു രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം വഴുതി വീണാണ് നടത്തുന്നുള്ള എനിക്ക് ഫുള്ളായിട്ട് അറിയില്ല എന്നെനിക്ക് തോന്നുന്നുണ്ട്.
ഒരു ഗവർണർക്ക് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു പോസ്റ്റും ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹം അങ്ങനെ ഇരിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. പത്തനാപുരത്തെ ചേട്ടൻ മത്സരിച്ചതിൽ ജയിച്ച ഒരു മന്ത്രിയാണ് ഇപ്പൊ KP ജനേഷ് കുമാർ മന്ത്രിസ്ഥാനത്ത് വന്നിരിക്കുന്നത്. എന്ത് തോന്നുന്നു ജനേഷ് കുമാർ ഇപ്പം എല്ലാ അതായത് KSRTCയിൽ ഇടപെടണു, ദേവസ്വം ബോർഡ് തലത്തിൽ ഇടപെടണു, എങ്ങനെയുണ്ട്? അല്ല, അദ്ദേഹത്തിന് ദേവസ്വം ബോർഡിൽ ഇടപെടുന്ന എനിക്കറിയില്ല. മറ്റേ ട്രാൻസ്പോർട്ടിനകത്ത് അദ്ദേഹം ഇടപെടുന്നുണ്ട്. നല്ല നല്ല കാര്യങ്ങൾ അദ്ദേഹം ഓരോ സ്റ്റെപ്പും വെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കാര്യങ്ങളാണ് അതൊക്കെ. ജനേഷ് കുമാറിനെതിരെ മത്സരിച്ച ആളാണ് ചേട്ടൻ പത്തനാപുരം. അല്ല, അതുകൊണ്ട് കാര്യമൊന്നുമില്ല. ഇലക്ഷൻ സമയത്ത് രണ്ടുപേരും മത്സരിക്കുന്നു എന്നല്ലാതെ അതിനകത്ത് പിന്നെ ഒരു ഇതൊന്നുമില്ല. ഗണേശന് ഇത് കിട്ടിക്കഴിയുമ്പോൾ ഫോൺ ചെയ്ത് ആദ്യം ഞാൻ പറഞ്ഞ കൺഗ്രാജുലേഷൻ ഞാനാണ് പറഞ്ഞത്. അതൊന്നുമില്ല. നല്ലൊരു മന്ത്രിയാണ്. അത് നേരത്തെ വർഷങ്ങൾക്ക് മുമ്പും ഗണേശ് പ്രൂവ് ചെയ്തതാണ് നല്ലൊരു മന്ത്രിയാണ്. അന്നും ഇത് തന്നെ ആയിരുന്നല്ലോ, ട്രാൻസ്പോർട്ട് തന്നെ ആയിരുന്നല്ലോ അദ്ദേഹത്തിന് കിട്ടിയത്. അന്നും പ്രൂവ് ചെയ്തു. ഇന്നിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നല്ല മനോഹരമായിട്ട് അദ്ദേഹം മുമ്പോട്ട് കൊണ്ടുപോകും. യാതൊരു അംശം. 2024 ലോക്സഭ ഇലക്ഷൻ വരെയാണ്. മോദി ആയിരിക്കും അടുത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി. അത് ഡിപ്പെൻസ് ആണ്. നമുക്കൊന്നും പറയാനൊക്കെ പറ്റില്ല. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വരുന്നുണ്ട്. മന്ത്രിയാകത്തില്ല എന്ന്. അത് അവരുടേതായിട്ടുള്ള ഒരു ചുറ്റുവട്ടത്തിൽ കൂടി അവർ പോകുന്നുണ്ട്. അദ്ദേഹം ഈ ഇടയ്ക്ക് തൃശ്ശൂരൊക്കെ വന്നിരുന്നല്ലോ. സുരേഷ് ഗോപിയുടെ ഇലക്ഷൻ്റെ ഇതിനു വേണ്ടി അദ്ദേഹം അവിടെ വരികയൊക്കെ ചെയ്തു. അപ്പോൾ ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തിനെ സ്വീകരിച്ചു. നല്ല രീതിയിലുള്ള ഒരു ഭരണം കാഴ്ചവെക്കാനാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞു. അതെച്ചാൽ നമ്മുടെ പൊതുജനങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ഇനി ഇത് വോട്ട് വരുന്ന സമയത്ത് ഇത് എങ്ങനെ മാറും, എന്ത് ചെയ്യും, ഇനി വോട്ട് ചെയ്തവരെ വിജയിപ്പിക്കുക എനിക്ക് തോന്നുന്നില്ല. സുരേഷ് ആ രീതിയിൽ ഈ രീതിയിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ സുരേഷിന് ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കേരളത്തിൽ 20 ലോക്സഭാ സീറ്റുണ്ട്. കഴിഞ്ഞ വർഷം CPM 19 സീറ്റ് കോൺഗ്രസും പിടിച്ചാണ്. ഈ പ്രാവശ്യം 20 കോൺഗ്രസ് പിടിക്കും. അതോ BJP CPM ഒന്നും പിടിക്കാൻ പോകുന്നില്ല. കുറച്ച് സീറ്റ് കോൺഗ്രസ് എന്തായാലും പിടിക്കും. അതിനോട് കടപിടിച്ച് തന്നെ ചിലപ്പോൾ 10-10 ആകാം CPM കോൺഗ്രസും, ചിലപ്പോൾ 12-8 ആകാം, ചിലപ്പോൾ ഒന്നും പറയാനൊക്കത്തില്ല. CPM ഒരു 16-17 പോവാം. മനസ്സിലായി? അതായത് ഒരു ഇലക്ഷൻ ഒരു ഇതാണ്. എങ്ങനെ വരും നമുക്ക് പറയാനൊക്കത്തില്ല. പക്ഷെ ഇപ്പോഴത്തെ ഒരു സെറ്റപ്പ് വെച്ചിട്ട് CPM നല്ലൊരു ഇത് വരാനുള്ള സാധ്യതയുണ്ട്. നല്ല രീതിയിൽ വരും. BJPക്ക് ഒരു സീറ്റ് കിട്ടില്ല. കിട്ടുന്നില്ല. കേരളത്തിലൊക്കെ ഒന്നും തൃശ്ശൂർ ഒന്നും കിട്ടില്ല. തിരുവനന്തപുരം നിർമ്മല സീതാരാമൻ മത്സരിക്കുന്നത്. നിർമ്മല സീതാരാമൻ ഇവിടെ വന്ന് മത്സരിച്ചിട്ട് കാര്യമില്ല. എന്ത് നിർമ്മല സീതാരാമൻ ഇവിടെ ആർക്കറിയാം? ചോദിക്കട്ടെ, നിർമ്മല സീതാരാമനെ ആർക്കും അറിയില്ല. അറിയോ? അവരവിടുത്തെ ഒരു കേന്ദ്രമന്ത്രിയാണ്. ഇവിടെ വന്ന് നിർമ്മല സീതാരാമൻ അവരെനിക്ക് തോന്നുന്നത് തമിഴ്നാട്ടിലങ്ങാണ്ട് അല്ലേ, അങ്ങനെയുള്ള ആൾക്കാരാണെന്നൊക്കെയാണ് പറയുന്നത്. രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിച്ചില്ലേ? രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചില്ല. രാഹുൽ ഗാന്ധി വയനാട്ടിലാണ് മത്സരിച്ചത്. ഇത് തിരുവനന്തപുരം. ഇവിടെ മത്സരിച്ചത് നടക്കില്ല. അവിടെ രാഹുൽ മത്സരിച്ചു, പക്ഷെ അത് വയനാട്ടിലാണ്. എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തിരുവനന്തപുരം ശശിധരനെ തോൽപ്പിക്കാൻ പറ്റില്ല? അത് ഇത്തവണ ചിലപ്പോൾ തോക്കും, പറയാനൊക്കത്തില്ല. കഴിഞ്ഞ തവണ ജയിച്ചു അയാള്, ഇത്തവണ ചിലപ്പോൾ തോറ്റു പോകും, പറയാനൊക്കത്തില്ല. അതല്ലേ രാഷ്ട്രീയം. പുതിയ പ്രോജക്റ്റ് BBB തുടങ്ങാനായിട്ടുള്ള പരിപാടി. കാരണം ഇതിങ്ങനെ പ്രൊളോങ് ചെയ്യുന്നതുകൊണ്ട് BBB സ്റ്റാർട്ട് ചെയ്ത് 10-20 ദിവസം കൊണ്ട് തീർക്കാമെന്നുള്ളൊരു ഐഡിയ ആയിരുന്നു. OTT-ലേക്കാണോ അതോ തിയേറ്ററിലേക്കാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഐഡിയയിലേക്ക് നിൽക്കുന്നു. അതൊരു ആക്ഷൻ മൂവിയാണ്. അതിനകത്ത് സെൻറ്റിമെൻറ്റ്സ് ഇല്ല. അതിന് നല്ല സോങ് ഉണ്ട്, ഒരു നല്ല പാട്ടും നല്ല ഡാൻസും ഒരു 5-8 ഫൈറ്റും ഒരു മേളമാണ് ആ പടം. മനസ്സിലായില്ലേ? അതൊരു നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അത് ഒരു സൈഡിൽ കൂടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഒരുപാട് പ്രോജക്റ്റ് ഇട്ടിട്ടെന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.